ഇന്ന് നമ്മൾ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് ചെയ്യുന്നത്. വെറൈറ്റി എന്ന് പറയുമ്പോൾ നാടൻ കാര്യങ്ങൾ തന്നെയാണ് ചേർക്കുന്നത്. ചക്കയും മാങ്ങയാണ്. അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ചക്കയും ഒരു മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഈ വലുപ്പത്തിലുള്ളൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ചക്ക എടുക്കുന്നത് അതിനനുസരിച്ച് മാങ്ങയുടെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഒരു 5-6 ചുള ചക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് നല്ല വരിക്ക ചക്ക കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ചെയ്യുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ചക്കയാണ്, അത്രയ്ക്ക് പോരാ, എന്നാലും കുഴപ്പമില്ല, ചെയ്യാം. മാംഗോ ജ്യൂസ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചക്ക വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. അത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള ചക്കയുടെ ചുള കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുള്ള മിക്സി ജാറാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതായത് ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി, എത്രത്തോളം വേണം നോക്കിയിട്ട്. ഇതിലേക്ക് ഇനി നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പശുവിൻ പാലല്ല. പശുവിൻ പാലിൽ ചെയ്യാം, പക്ഷെ തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചുകൂടി ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പശുവിൻ പാൽ എപ്പോഴും വീട്ടിലുണ്ടാവില്ല, തേങ്ങയാകുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്ന സാധനമാണല്ലോ. അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു മുറി ചിരവി എടുത്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ്. 1-ാം പാലും 2-ാം പാലും ഒന്നും നോക്കണ്ട, മൊത്തത്തിൽ അങ്ങ് എടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം അരച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ വെള്ളം അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ ചേർക്കുന്നത്. ആദ്യം ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ ചക്കയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അരഞ്ഞു കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ചൂടുള്ള സമയമൊക്കെ അല്ല, അപ്പോൾ നല്ല തണുപ്പുള്ള കുറച്ച് ഐസ് വെള്ളം അതുപോലെ തന്നെ ഐസ് കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. തണുത്ത ജ്യൂസ് കുടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ നല്ല തണുത്ത 2 കപ്പ് വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താം അടിച്ചു നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളി ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ചക്കയുടെ മാങ്ങയുടെ ഒക്കെ ഒരു കറക്റ്റ് ടേസ്റ്റ് അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. റെഡിയാക്കിയിട്ടുള്ള ജ്യൂസ് സെർവിങ് ഗ്ലാസ്സിലേക്ക് എടുക്കാം. ഈ ഒരു കട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ടുണ്ടാവും. നിങ്ങൾക്ക് 4-5 ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും ഐസും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ കൂട്ടിയെടുത്താലും മതിയാകും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ചക്കയും മാങ്ങയും കൂടെ വരുന്ന കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ആട്ടോ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യലുണ്ട്, പക്ഷെ ഇത് രണ്ടും കൂടെ വരുന്ന സമയത്ത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇനി ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ വരുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്